ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദിലീപും പൃഥ്വിരാജും തമ്മിൽ എന്താണ് പ്രശ്നം? പണിക്ക് മണുപണി ഉണ്ടായോ? എല്ലാത്തിനും കാരണം എന്ത് സംഭവമാണ്? മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് താരരംഗങ്ങളാണ് ദിലീപും പൃഥ്വിരാജും. രണ്ടുപേരും തങ്ങളുടേതായ രീതിയിൽ സിനിമാ മേഖലയിൽ കഴിവ് തെളിയിച്ചവരുമാണ്. മിമിക്രി വേദിയിൽ നിന്നും വന്ന് സാധാരണക്കാരനായ ദിലീപ് ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന നിർണായക ശക്തി വരെയായി മാറി. ജനപ്രിയ നായകൻ എന്ന പദവിയിൽ നിന്ന് അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കടക്കുമ്പോഴാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്. ഇതോടെ സമാനതകളില്ലാത്ത ദിലീപ് തിരിച്ചടി നേരിടേണ്ടി വന്നു. മലയാളത്തിൽ അറിയപ്പെടുന്ന സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിലും സ്വന്തമായി കഠിനാധ്വാനത്തോടെ പൃഥ്വിരാജ് ഇന്ന് കാണുന്ന താരമായി മാറിയത്. കേരളത്തിന് പുറത്ത് ഉൾപ്പെടെ താരമൂല്യം അദ്ദേഹത്തെ സംവിധായകൻ എന്ന നിലയിലും മികവ് തെളിയിച്ചു. സത്യമായാലും അല്ലെങ്കിലും പൃഥ്വിരാജിന്റെ വളർച്ചയെ തടയിടാൻ ദിലീപ് ശ്രമിക്കുമെന്ന ആരോപണങ്ങൾ ഒരു കാലത്ത് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു. മാക്ട് രൂപീകരിക്കപ്പെട്ട പ്രശ്നവുമായി ഇരുവരും അകൽച്ചയായ ബന്ധമുണ്ടെന്ന് വിലയിരുത്തലുണ്ട്. തുളസീദാസ് പടത്തിന് വേണ്ടി ദിലീപ് അഡ്വാൻസ് വാങ്ങുകയും പിന്നീട് ഡേറ്റ് നീട്ടുകയും ഒടുവിൽ പടം തന്നെ ഡ്രോപ്പ് ആവുകയും ചെയ്തു. ഈ സമയത്താണ് വിനയന്റെ നേതൃത്വത്തിലുള്ള മാക്ട് അഡ്വാൻസ് വാങ്ങുന്ന നടന്മാരെ എഗ്രിമെന്റിൽ ഒപ്പിടണം എന്ന് പറയുന്നത്. അതിന് അനുകൂലിച്ച ചുരുക്കം നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അപ്രഖ്യാത വിലക്ക് വരുന്നത്. പിന്നീട് വിനയന്റെ സത്യം, അത്ഭുതദ്വീപ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച് പൃഥ്വിരാജ് തിരിച്ചു വന്നുവെങ്കിലും ഇത് ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നാണ് ആകാശ് എന്ന പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. ആദ്യം കുഞ്ചാക്കോ, പിന്നെ പൃഥ്വി, ഇവർ രണ്ടുപേർ മാത്രമാണ് ദിലീപിന്റെ വളർച്ചയിൽ ഒരു വെല്ലുവിളിയെ ഉയർത്തിയത്. രണ്ടുപേർക്കും പുള്ളി ചില്ലറ പണിയൊന്നുമല്ല വെച്ച് കൊടുത്തിട്ടുണ്ടത്. അവസരം വന്നപ്പോൾ അവർ തിരിച്ചും ചെക്ക് വെച്ചു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദിലീപിന്റെ എതിർവശത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന നടീനടന്മാർ എല്ലാം സ്ഥിരം ഒരുമിച്ച് ഫോട്ടോ ഒന്നും ഇടാറില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുകയും നല്ല ബന്ധം പരസ്പരം സൂക്ഷിക്കുകയും ചെയ്യുന്നുമുണ്ട്. മഞ്ജു, ചാക്കോച്ചൻ, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ജയസൂര്യ ഒക്കെ ഫ്രണ്ട്സാണ്. എന്നാൽ മൈക്കി ജോസ് എന്നൊരാൾ കമന്റ് ബോക്സിൽ കുറിക്കുന്നു.